നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനം. കുറ്റക്കാരെ ഒന്നിനെയും വെറുതെ വിടില്ലെന്ന്, ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനത്തിനിടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. തീർച്ചയായിട്ടും ഭൂട്ടാനിൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുറാലി അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് കുറ്റക്കാർക്കെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. സംഭവം ഏറെ വേദനാജനകമാണ്. ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭൂട്ടാൻ സന്ദർശനത്തിനിടെ വളരെ നിർണായകമായ ഒരു സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഭൂട്ടാനിൽ താൻ നിൽക്കുന്നത് വളരെയധികം ഹൃദയഭാരത്തോടെയാണ്, വിഷമത്തോടെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദുഃഖഭരിതമായ ഹൃദയത്തോടെയാണ് ഞാൻ ഭൂട്ടാനിലേക്ക് വന്നത്. ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നടന്ന ഭയാനകമായ സംഭവം എല്ലാവരെയും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ദുരിതബാധിത കുടുംബങ്ങളുടെ വേദന മനസ്സിലാക്കുന്നു. മുഴുവൻ രാഷ്ട്രവും അവരോടൊപ്പം നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി സംഭവം അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും താൻ ബന്ധപ്പെട്ടിരുന്നു. തങ്ങളുടെ അന്വേഷണ ഏജൻസിയിൽ ഈ ഗൂഢാലോചന അടിത്തട്ടിലേക്ക് എത്തും. അതിന് പിന്നാലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല. ഉത്തരവാദികൾ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ സ്ഫോടനം നടന്നതിനു പിന്നാലെ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ആക്രമണത്തിൽ അദ്ദേഹം ആഴത്തിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പറഞ്ഞു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ വരുമെന്ന് പറയുമ്പോഴും രാജ്യതലസ്ഥാനത്തെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭൂട്ടാനിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയെങ്കിൽ പോലും സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ ഒക്കെ, വിമർശനങ്ങളൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. ആക്രമണത്തെ ഗൗരവമായി കാണുന്നുവെന്നും ഗൂഢാലോചന നടത്തിയവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ പോലും വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല. സ്ഫോടനം അന്വേഷിക്കുന്ന ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിന് എല്ലാ വേരുകളും കണ്ടെത്തും. ആക്രമണത്തിന് ആസൂത്രണം നടത്തി ആരെയും വെറുതെ വിടില്ല. സ്ഫോടനത്തിന് കാരണക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരസ്യ പ്രതികരണം. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു. ഉന്നതതല യോഗമാണ് ചേർന്നത്. അതീവ സുരക്ഷയിലുള്ള ചെങ്കോട്ടയുടെ പരിസരത്താണ് സ്ഫോടനം നടന്നത് തിങ്കളാഴ്ച. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെയായിരുന്നു സ്ഫോടനം. അതീവ സുരക്ഷാ വീഴ്ചയാണ് ഡൽഹിയിലുണ്ടായത്. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് സുരക്ഷാ വീഴ്ച കാരണം മാത്രം ഒട്ടനവധി ഭീകരാക്രമണം രാജ്യത്തുണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലവിൽ തലപൊക്കുകയാണ്. 40 CRPFുകാർ കൊല്ലപ്പെട്ട പുൽവാമ ആക്രമണവും 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സംഭവിച്ച വലിയ വീഴ്ചയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാണ്. അതേസമയം സംഭവത്തിൽ രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്നും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പരസ്യമാക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതേസമയം ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ അന്വേഷണം വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ അംഗങ്ങളിലേക്ക് നീളുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് 3 ആഴ്ച മുമ്പ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കശ്മീരിലെ ശ്രീനഗറിന്റെ പല ഭാഗങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്വേഷണം തുടങ്ങിയ ജമ്മു പോലീസ് തെളിവുകളുടെ ചുവട് പിടിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെത്തിയിരുന്നു. കശ്മീർ സ്വദേശികളായ ഡോക്ടർ അദിൽ അഹമ്മദിനെ ഉത്തർപ്രദേശിലെ സഗ്രൻപൂരിൽ നിന്നും ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള അദിൽ അഹമ്മദിനും മുസമ്മിൽ ഷക്കീലിനും ചെങ്കോട്ട സ്ഫോടന കേസിൽ ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇവരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി പോലീസ് അന്വേഷിച്ചു വരികയായിരുന്ന ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നതെന്നതാണ് വിവരം. കാർ ഓടിച്ചയാളുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. മുസമ്മിൽ ഷക്കീലിന്റെ അറസ്റ്റിന് പിന്നാലെ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള 2900 കിലോ സ്ഫോടക വസ്തുക്കളും ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തി. അമോണിയം നൈട്രേറ്റ് ആണ് ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പുൽവാമയിൽ ജനിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു. ഇതേ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 3 വർഷമായി സീനിയർ റെസിഡന്റായി ജോലി ചെയ്യുകയാണ് മുസമ്മിൽ ഷക്കീൽ. അദിൽ മുഹമ്മദിന്റെയും മുസമ്മിലിന്റെയും അടുത്ത അനുയായിയാണ് ഉമർ. സഹറൻപൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദിൽ മുഹമ്മദ് ജോലി ചെയ്തിരുന്നത്.
അതേസമയം 2025 നവംബർ 10 വൈകിട്ട് 6:52 ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1-നും 4-നും ഇടയിലുള്ള റോഡിലാണ് ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ പൊട്ടിത്തെറിച്ചത്. ഔദ്യോഗിക കണക്കുകൾക്ക് പ്രകാരം 12 പേരോളം സ്ഫോടനത്തിൽ മരിച്ചു, 24 പേർക്ക് പരിക്കേറ്റു. ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിലെ ചാവേറാണെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രമടക്കം പുറത്തു വന്നിരുന്നു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 1989 ഫെബ്രുവരി 24 ജനിച്ച ഉമർ അൽ ഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന പേരിൽ ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സംഘം പിടികൂടിയ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തർ, ഡോക്ടർ മുസമിൽ ഷക്കിൽ എന്നിവരുമായി ഉമറിന് അടുത്ത ബന്ധമുണ്ട്. ഇവരെ പിടികൂടിയ വിവരം അറിഞ്ഞ് ഉമർ ഫരീദാബാദിൽ രക്ഷപ്പെട്ടു. അതേ തുടർന്നാണ് സ്ഫോടനം നടത്തിയത്. ഉമറാണ് വാഹനം ഓടിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം. HR26CE 7674 എന്ന നമ്പർ പ്ലേറ്റുള്ള വാഹനം 3 മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വൈകിട്ട് 3:19 എത്തിയ കാർ 6:30 ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഡ്രൈവർ കാറിന്റെ ജനാലയിൽ വെച്ചുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ചിത്രത്തിൽ കാണാം. കാറിന്റെ ഡ്രൈവറെ മറ്റൊരു ചിത്രത്തിൽ കാണാം. നീലയും കറുപ്പും കലർന്ന ടീഷർട്ടാണ് ഡ്രൈവർ ധരിച്ചിരുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ ദേശീയ തലസ്ഥാനത്തെ തിരക്കേറിയ റോഡിൽ കാർ കിടക്കുന്നതായി കാണാം. അതേസമയം ഉമറിന്റെ അമ്മയും സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലതുഭാഗത്തായി ലാൽകില മെട്രോ സ്റ്റേഷന്റെ 4-ാം നമ്പർ ഗേറ്റിലേക്ക് എത്തുന്ന റോഡിൽ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. വളരെ ഭീകരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നതെന്നതും ഭയാനകമായ ദൃശ്യങ്ങളാണ് ഈ സ്ഫോടനത്തിന് പിന്നാലെ ഈ സ്ഥലത്തും. മരിച്ചവരെയും പരിക്കേറ്റവരെയും കൊണ്ടുപോയ വഴിയാകെ ചോരയിൽ കുതിർന്നു കിടക്കുന്ന സാഹചര്യം. ചോരയിൽ കുതിർന്ന ഒരു കൈപ്പത്തി കാൽ ചുവട്ടിൽ വന്നു വീണതിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ അവിടെ നിന്ന വ്യക്തികളൊക്കെ ശരിക്കും വളരെ ഭീകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കുറ്റക്കാരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് രാജ്യം ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.